ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മുനമ്പം വഖഫ് കേസിൽ മുനമ്പ നിവാസികൾക്ക് കക്ഷി ചേരാം. ഫറൂഖ് കോളേജ് നൽകിയ ഹർജിയിൽ കക്ഷി ചേരണം എന്ന ആവശ്യം കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. കേസിലെ തുടർവാദങ്ങൾ നാളെ ആരംഭിക്കുകയും ചെയ്യും. ഇംതിയാസ് വിവരങ്ങളുമായിട്ട് ഇംതിയാസ്, ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളാണ് ഇന്ന് വന്നത്. ഒന്ന്, ലീഗ് കോടതിയെ സമീപിക്കുന്നു, സുപ്രീം കോടതി. അതിൽ തന്നെ പറയുന്നു മുനമ്പം നിവാസികളെ കൂടി ഒഴിപ്പിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന ഹൈക്കോടതിയുടെ വിധി. ഇത് മുനമ്പം നിവാസികളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ ഒരു പ്രസക്തി തന്നെ പുതിയ നിയമം വരുന്നതോടുകൂടി, കാരണം അടുത്ത ഘട്ടത്തിലേക്ക് പരാതിക്കാർക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി. എങ്കിൽ പോലും എങ്ങനെയാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത്? ദിവിഷ് മണി, പ്രജീഷ്, തീർച്ചയായിട്ടും അതായത് മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും ഉണ്ടായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നവർക്ക് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതായത് ഫറൂഖ് കോളേജ് നൽകിയിരുന്ന ഒരു ഹർജി എന്ന് പറയുന്നത് ഇത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തെറ്റാണ്, അത് അങ്ങനെയല്ല, വഖഫായി രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫറൂഖ് കോളേജ് നൽകിയിരുന്ന ഹർജി. അതിൽ കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെട്ട് ആയിരുന്നു മുനമ്പം നിവാസികൾ സമീപിച്ചിരുന്നത്. ആ ആവശ്യമാണ് വഖഫ് ട്രൈബ്യൂണൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. നാളെ അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. 8ാമതായിട്ടാണ് ഇവരെ കക്ഷി ചേർത്തിരിക്കുന്നത്. നിലവിൽ 10ഓളം ആളുകൾ ഇതിൽ കക്ഷികളായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തന്നെ നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വഖഫ് അവകാശ സംരക്ഷണ സമിതിയും സംരക്ഷണ വേദിയും ഒക്കെ വന്നിരുന്നു. അവരുടെ എല്ലാം ഹർജികൾ തള്ളുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇവർ ഉന്നയിക്കുന്നത് 35 വർഷത്തിനു ശേഷമാണ് ഇതൊരു വഖഫ് ഭൂമിയാണ് എന്ന ആവശ്യവുമായിട്ട് ഇക്കൂട്ടർ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇന്ന് ട്രിബ്യൂണലിൽ നിന്നും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. കാരണം ഇത് ഞങ്ങളുടെ മണ്ണാണ് എന്നവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെതിരെ ഈ സമയത്ത്, അതായത് വിധി വരുന്ന സമയത്തും സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് തീരുമാനം എടുക്കാമായിരുന്നു. എന്തായാലും മുനമ്പത്തെ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ കൂടി ഈ ട്രിബ്യൂണലിന്റെ മുൻപാകെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയാണ്. അവർ കൂടി ഫറൂഖ് കോളേജിന്റെ ഹർജിയിൽ കക്ഷി ചേരാം. ഈ ട്രസ്റ്റുകളെ വഖഫ് ബോർഡിൽ നിന്ന് ഒഴിവാക്കും, അല്ലെങ്കിൽ വേർപെടുത്തുമെന്നതാണ് പ്രധാനപ്പെട്ട ഈ നിയമ ഭേദഗതിയിൽ വരുന്ന കാര്യം. ആ രീതിയിലായിരിക്കും ഒരുപക്ഷെ മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിന് സാധ്യത തുറക്കുകയും ചെയ്യുന്നത്. ബുധനാഴ്ച കേന്ദ്രമന്ത്രിമാരടക്കം എത്തുന്നു. മറ്റ് പ്രതിപക്ഷ നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുമോ എന്ന് മുനമ്പത്തെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലും മുനമ്പം ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്ന ഒരുപാട് അപ്ഡേഷൻ വരുന്ന ഒരു ദിവസം കൂടി. ഇനി നമുക്ക് മറ്റൊരു പ്രതികരണം